മലയാളികളുടെ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ് മദ്യം, അല്ല ചായ. ചായയുടെ ചരിത്രത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 2700 BCEയിലാണ് ചൈനീസ് എംപററായിട്ടുള്ള ഷെന്നോങ് ടീ ലീവ്സ് അല്ലെങ്കിൽ കുറച്ച് ലീവ്സ് ഒരു വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആദ്യമായിട്ട് ചായ പോലത്തെ ഒരു പാനീയം ഉണ്ടായി കുടിക്കുന്നത്. അന്ന് ഇത് റീക്രിയേഷണൽ ഡ്രിങ്കിലും ഉപരിയായിട്ട് ഇതൊരു മെഡിസിനൽ ഡ്രിങ്ക് ആയിട്ടൊക്കെ ആൾക്കാർ കൺസ്യൂം ചെയ്തിട്ടുന്ന ഒരു സാധനമാണ്. 9ാം നൂറ്റാണ്ടിലാണ് ഈ ബുദ്ധിസ്റ്റ് മങ്ക് നമ്മുടെ ടീ ലീവ്സ് അല്ലെങ്കിൽ ടീ ലീവ്സിന്റെ സീഡ്സ് ജപ്പാനിലേക്കും കൂടി കൊണ്ടുവന്ന് ജപ്പാനിലും ഈ ചായ പോപ്പുലറായി തുടങ്ങിയിട്ടുള്ളത്. ഇനി നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ ചായ ചരിത്രത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് കാലം തൊട്ടേ ആസാമിലൊക്കെ ടീ ലീവ്സും ടീ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര വ്യാപകമായി കൃഷി ചെയ്തിരുന്നില്ല. 1800 നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൈനയുടെ ഈ ടീ ലീവ്സിലുള്ള ആധിപത്യം കുറക്കാൻ വേണ്ടിയിട്ട് ആസാമിലും ഡാർജിലിംഗിലും നീലഗിരിയിലും ഒക്കെ ടീ ലീവ്സ് വ്യാപകമായി കൃഷി ചെയ്ത് തുടങ്ങി. പക്ഷെ ഇന്ത്യയിലോട്ട് ചായ വന്നപ്പം നമ്മളതിലേക്ക് പാലും പഞ്ചസാരയും സ്പൈസസ് ഒക്കെ ഇട്ട് അതൊരു ഇന്ത്യൻ ചായയായിട്ട് മാറ്റിയെടുത്തു. പലരും പറയാറുണ്ട് ലൈഫ് ഈസ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു മേക്ക് ഇറ്റ്. അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ സംഗീത് ലാൽ സൈനിങ് ഓഫ്.